ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയൊക്കെ സ്ഥിരമായിട്ട് ഒരേപോലത്തെ കറി കഴിക്കുമ്പോൾ നമുക്ക് ബോറടിയല്ലേ. അതുമാതിരി ഒരേ വെജിറ്റബിൾ കണ്ടും ബോറടിക്കുമല്ലോ. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഇടയിൽ ചപ്പാത്തിക്ക് ഒരു വെറൈറ്റി കറി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ചൗ കൊണ്ടാണ് ഇന്നത്തെ കറി. ഇങ്ങനെ പച്ചക്കറി കറി വന്നപ്പോൾ ഒരു ചൗ കിട്ടി. അപ്പോൾ അത് എടുത്തുകൊണ്ട് കറി ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ചു. അതിലേക്ക് 1-2 ടീസ്പൂണോളം ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു. അതിലേക്കൊരു 2 ചെറിയ പീസ് സിന്നമൺ സ്റ്റിക്സും ഒരു 3-4 ക്ലോവ്സ് ഇട്ടുണ്ടായിരുന്നു, ഗ്രാമ്പും ഒരു ബേ ലീവ്സും കൂടി ഹാഫ് ചെയ്തിട്ടിട്ടു. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം ഒന്നിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു മിനിറ്റ് മതി, കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് 1 കപ്പോളം ഒനിയൻ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതല്ല, എന്നാൽ ഒരു മീഡിയം സൈസിലൊക്കെ ചെറുതായി അരിഞ്ഞതായിരുന്നു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി സോട്ട് ചെയ്തിട്ട് സോഫ്റ്റ് ആവുന്ന വരെ സോട്ട് ചെയ്ത് പച്ചമുളകൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ചെയ്തു. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചറും ഗാർലിക്കും ക്രഷ് ചെയ്തതും കൂടി ഇട്ടു. പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു 3/4 കപ്പോളം ടൊമാറ്റോവും പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും 2 പച്ചമുളകും കൂടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അത് കവർ ചെയ്തിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്യാൻ വെച്ചു. ആ സമയം കൊണ്ട് ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകവും ഒരു 4-5 കാഷ്നട്ടും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ക്യാരം സീഡ്സ് എന്ന് പറയില്ലേ, പോപ്പി സീഡ്സ്, അതും കൂടി ഇട്ടിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വന്നു. അപ്പോഴേക്കും നമ്മുടെ ഒനിയൻ ടൊമാറ്റോ ഒക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അതിലേക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ടു. ഇതിൽ ഗരം മസാല ഒന്നും ഇട്ട് കൊടുത്തില്ല, കാരണം ഹോൾ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതിന് 1 മിനിറ്റോളം സോട്ട് ചെയ്തു. എന്നിട്ട് ഇതാ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൗചവാണ് കേട്ടോ. വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടുള്ള ചൗചവായിരുന്നു ഗ്രേറ്റ് ചെയ്തിട്ട്. ഇനി അതിനെ നന്നായി മിക്സ് ചെയ്തു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഞാൻ ഗ്രാജ്വലിയാണ് എപ്പോഴും സാധനങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാറ്, ഒന്നിച്ച് ഉപ്പിട്ട് വയ്ക്കാറില്ല. നമ്മൾ എപ്പോഴാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചൗചവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. 1 കപ്പോളം തിളച്ച വെള്ളം കുറച്ചായി ഒഴിച്ച് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റും മണമൊക്കെ വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള കോക്കനട്ടിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇതപ്പോൾ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോടെ കുക്ക് ചെയ്യേണ്ട, ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. തേങ്ങ വെച്ചിട്ട് അതൊരു ക്രീമി ആയിട്ടുണ്ട്. പിന്നെ ഒരു മല്ലിയുടെ ഇട്ട് കൊടുക്കേണ്ട. ഇവിടെ മല്ലിയുടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി ആഫ്രിക്കൻ മല്ലിയുടെ ഇലയും കുറച്ച് ജീരകപ്പൊടിയും കൂടിയിട്ട് വറുത്ത ജീരകത്തിൻ്റെ പൊടിയും കൂടി മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അടച്ച് വെച്ച് അങ്ങനെ സൂപ്പറായിട്ടുള്ള കറി റെഡിയാണ് കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ ഒരു വെറൈറ്റി കറിയായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ. ബൈ.